ഓഗസ്റ്റ് 15 വരെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. രാജ്യമെമ്പാടും ജനങ്ങൾ ഒറ്റക്കെട്ടായി 1947 നമ്മൾ നേടിയ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം നിലനിർത്താൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രതിജ്ഞയെടുക്കാനുള്ള അവസരമായിട്ടാണ് ഈ ആഘോഷങ്ങളെ കാണുന്നത്. രാജ്യത്തിന്റെ അഖണ്ഡതയെയും ഐക്യത്തെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അഖണ്ഡതയെയും ഐക്യത്തെയും കാത്തുസൂക്ഷിക്കും എന്ന് പ്രതിജ്ഞയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആഘോഷങ്ങളാണ് രാജ്യമെമ്പാടും നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ആഹ്വാനം അനുസരിച്ച് എല്ലാ വീടുകളിലും ദേശീയ പതാക ഉയർത്തിക്കൊണ്ട്, അതോടൊപ്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായിട്ടുള്ള, സ്വതന്ത്ര ഇന്ത്യയുടെ പ്രതീകമായിട്ടുള്ള ത്രിവർണ പതാക ഏന്തിക്കൊണ്ടുള്ള യാത്രകൾ സംഘടിപ്പിച്ചുകൊണ്ട്, തിരങ്ക യാത്രകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തെ നമുക്ക് ആഘോഷിക്കുക എന്നുള്ള ആഹ്വാനം, ആ ആഹ്വാനം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ തിരങ്ക യാത്ര സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ യാത്രയിൽ സംബന്ധിക്കാനായി എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും സംരക്ഷിക്കാൻ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് പ്രതിജ്ഞയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ജാഗരൂകരാകേണ്ടതുണ്ട്. കേരളം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ തന്നെ ഭീകരവാദികൾക്കും രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കാൻ നിൽക്കുന്നവർക്കും ഒത്താശ ചെയ്യുന്ന അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള, അപലപനീയമായിട്ടുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവന, അദ്ദേഹത്തിന് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള സ്ഥാനത്തിരിക്കാനുള്ള അർഹത പോലുമില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ്. കാസർഗോഡ് ജില്ലയിലെ ഒരു സ്കൂളിൽ അവിടെ ഒരു പ്രശ്നോത്തരിയിൽ ഉയർന്നു വന്നിട്ടുള്ള ചോദ്യം, ആ ചോദ്യം സൃഷ്ടിച്ചിട്ടുള്ള അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം, ആ നിർദ്ദേശം നൽകിയ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇന്ത്യയുടെ പാരമ്പര്യവും ചരിത്രവും അറിയില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഈ അവിടുത്തെ കാസർഗോഡ് ചോദ്യം, ആ ചോദ്യം ബ്രിട്ടീഷ് സർക്കാരിന്റെ കീഴിൽ ഈ നാട്ടിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാലം ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹത്തിനെ അസ്വസ്ഥനാക്കിയത്. അതിനർത്ഥം എന്താ? അതിനർത്ഥം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല എന്നാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഏറ്റവും കൂടുതൽ കാലം ശിക്ഷ ഏറ്റുവാങ്ങിയ ആളാരാണ് എന്നുള്ള ചോദ്യത്തിനോടാണ് അദ്ദേഹം അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ടുള്ളത്. ആ ചോദ്യമാണ് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നത്. ആ ചോദ്യമാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ പഠിക്കരുത് എന്ന് അദ്ദേഹം പറയുന്നത്. അതിനർത്ഥം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറഞ്ഞ, ഇന്ത്യ സ്വതന്ത്രമാകാൻ ആഗ്രഹിച്ച കാലഘട്ടത്തിൽ ഇന്ത്യയെ വെട്ടിമുറിക്കണം എന്ന് ആവശ്യപ്പെട്ട ജിന്നയുടെ അനുയായിയായിട്ടാണ് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ത്യയുടെ ഭരണഘടന, ആ ഭരണഘടനയെ തൊട്ട് ഭരണഘടനയോട് കൂറു പുലർത്തും എന്ന് പ്രതിജ്ഞയെടുത്ത ഒരാള്, അങ്ങനെയുള്ള ഒരാൾക്ക് ഇന്ത്യയെ വെട്ടിമുറിക്കാൻ കൂട്ടുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് പിന്തുണ നൽകാൻ കഴിയുമോ? അങ്ങനെയുള്ള ആളുകളുടെ കൂടെയാണ് ഞാൻ എന്ന് പറയാൻ പറ്റുമോ?
ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടീഷുകാർ ശിക്ഷ വിധിച്ചിട്ടുള്ള ആളാരാണ് എന്നുള്ള ചോദ്യം ചോദിക്കുന്നത്. അത് എങ്ങനെയാ ഭരണഘടനാ വിരുദ്ധമാകുന്നത്? എങ്ങനെയാണ് നാട്ടിലെ നിയമങ്ങൾക്കെതിരാവുന്നത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ ശിക്ഷ വിധിച്ചിട്ടുള്ള ആള് 27 കൊല്ലക്കാലം ബ്രിട്ടീഷ് സർക്കാരിന്റെ ജയിലിൽ കിടന്ന ആള് വീര സവർക്കറാണ്. വീര സവർക്കർ എന്നുള്ള വാക്ക് BJP RSS കൊടുത്ത വാക്കല്ല. ഈ നാട്ടിൽ കോൺഗ്രസും ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരും കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്. AK ഗോപാലൻ തൊട്ട് ഇന്ദിരാഗാന്ധി വരെയുള്ള ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്. അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അത് ഒരു ഷംസുദ്ദീൻ വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഷംസുദ്ദീൻ ജനിക്കുന്നതിന് മുൻപുണ്ടായ ചരിത്രമാണ്. ഷംസുദ്ദീൻ ജനിക്കുന്നതിന് മുമ്പുണ്ടായിട്ടുള്ള ചരിത്രം, ആ ചരിത്രത്തെ തിരുത്താൻ ഷംസുദ്ദീൻ ഇനി 10 പ്രാവശ്യം ജനിച്ചാലും അത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഷംസുദ്ദീൻ ഇത്തരത്തിൽ ചരിത്രം പഠിക്കാതെ, ചരിത്രം മനസ്സിലാക്കാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറയാൻ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ഷംസുദ്ദീൻ കണ്ണടച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ചരിത്രം ഇല്ലാതാവില്ല. 27 കൊല്ലം അന്തമാനിലെ ജയിലിൽ കിടന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര്, ആ പേര് ഇല്ലാതാക്കാൻ ഷംസുദ്ദീൻ ഇന്ന് ഒരാളെ സസ്പെൻഡ് ചെയ്തതിന്റെ പേരിൽ ഇല്ലാതാക്കാൻ കഴിയും എന്ന് ഷംസുദ്ദീൻ ധരിക്കുന്നുണ്ടെങ്കിൽ ഷംസുദ്ദീൻ ചരിത്രം പഠിക്കുകയാണ് വേണ്ടത്. അതിനുള്ള പരിഹാരം അതാണ്. അതല്ലാതെ ആ ചോദ്യമുണ്ടാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതുകൊണ്ട് ചരിത്രമില്ലാതാകില്ല. പകരം ചരിത്രം എന്താണ്, വസ്തുത എന്താണ് എന്ന് ഷംസുദ്ദീൻ പഠിക്കണം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാൾ എന്നുള്ള നിലയിൽ, വീരസേനാനി എന്നുള്ള നിലയിൽ വിനായക ദാമോദര സവർക്കർ എന്നുള്ള പേര് ഈ ലോകം ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. കാരണം അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അത് ഷംസുദ്ദീൻ അല്ല, അതിന്റെ അപ്പുറത്തുള്ള ആളുകൾ വിചാരിച്ചാലും അതില്ലാതാക്കാൻ കഴിയും. പക്ഷെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ശക്തികൾക്ക് പിന്തുണ നൽകുന്ന ആളുകൾ, ഭരണത്തിലിരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളും ഒരേപോലെ ഉള്ള ആളുകൾ, ഒരേപോലെ നിലപാടെടുക്കുന്ന ആളുകൾ, അവര് വസ്തുതകൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമൂഹത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അവർക്ക് വീണ്ടും വീണ്ടും തെറ്റിദ്ധാരണകൾ പടർത്താൻ വേണ്ടി, അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതുകൊണ്ട് മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ് ഈ തരത്തിലുള്ള സമീപനങ്ങൾ, ഈ തരത്തിലുള്ള നിലപാട്. കേരളത്തിൽ ഇപ്പൊ പുതുതായിട്ടുണ്ടായിരിക്കുന്ന മറ്റൊരു വിവാദം, വന്ദേ മാതരം ഞങ്ങൾ മുഴുവൻ ചൊല്ലില്ല, ഞങ്ങൾ 2 പദ്യം മാത്രമേ ചൊല്ലുള്ളൂ, 4 വരി മാത്രമേ ചൊല്ലുള്ളൂ എന്നുള്ളതാണ്. എന്ത് കാരണത്താലാണ് വന്ദേ മാതരത്തെ ഇവർ എതിർക്കുന്നത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്താണ് കാരണം? വന്ദേ മാതരം മുഴുവനായിട്ട് ചൊല്ലുന്നത് എങ്ങനെയാണ് രാജ്യവിരുദ്ധമാകുന്നത്, എങ്ങനെയാണ് ഭരണഘടനാ വിരുദ്ധമാകുന്നത് എന്ന് പറയാൻ ഞാൻ CPM-കാരെയും കോൺഗ്രസുകാരെയും വെല്ലുവിളിക്കുകയാണ്. കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ ആലപിക്കപ്പെട്ടിട്ടുള്ള ഒരു ദേശീയ ഗാനമാണ്, ദേശീയ ഗീതമാണ് വന്ദേമാതരം. ആ വന്ദേമാതരത്തെ ഇപ്പോൾ കുറച്ച് കോൺഗ്രസുകാർക്ക് അത് എതിർക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം അവർ വിശദീകരിക്കണം. എങ്ങനെയാണ് അത് ഭരണഘടനാ വിരുദ്ധമാണ്, ഏതടിസ്ഥാനത്തിലാണ് അത് നാടിന്റെ താല്പര്യങ്ങൾക്കും നാടിന്റെ നിയമങ്ങൾക്കും എതിരാകുന്നത്? ഇപ്പോ വന്ദേമാതരവും സാവർക്കറുമൊക്കെ ഈ നാട്ടിൽ ചില ആളുകളുടെ ഇടയിൽ, കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും, രാജ്യത്തെ വിഭജിക്കാൻ കൂട്ടുനിന്ന ആ ലീഗുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് വന്ദേമാതരത്തെ ഞങ്ങൾ എതിർക്കുന്നു, അതിനു വേണ്ടിയിട്ട് സവർക്കറെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കലല്ല.